ഒറ്റ ശ്വാസത്തിൽ അത്രയും പറഞ്ഞു തീർത്തത് കേട്ട് അവർ രണ്ടുപേരും പരസ്പരം നോക്കി. പിന്നെ പതിഞ്ഞ ചിരിയോടെ പെൺകുട്ടി പറഞ്ഞു, ആദ്യം ഈ ഭക്ഷണം കഴിക്കും. നേരത്തോട് നേരമായി കാണും. എന്തെങ്കിലും അകത്തേക്ക് ചെന്നിട്ട്. രാഹുലിന്റെ നോട്ടം കണ്ടിട്ടാവണം പ്രായം ചെന്ന സ്ത്രീ പറഞ്ഞു. താഴെയുള്ള ഏലത്തോട്ടത്തില് കാ പറിക്കുകയായിരുന്നു ഞങ്ങള്. വണ്ടികളെ കൂട്ടിയിടിക്കുന്ന ശബ്ദം കേട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ മൂക്ക് കുത്തി വീണ വണ്ടിയില് നിങ്ങൾ കുരുങ്ങി കിടക്കുമായിരുന്നു. പുറത്തേക്കെടുക്കുമ്പോൾ ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോഴാ ബൈക്കിൽ വന്ന 3-4 പേര് കയ്യിൽ വടികളുമായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടത്. ആ വരവിലെന്തോ ഞങ്ങൾക്കൊരു പന്തികേട് തോന്നി. നിങ്ങളെയും താങ്ങിയെടുത്ത് ഞങ്ങൾ മറന്നു നിന്നു. വണ്ടിയിൽ നിങ്ങളില്ലെന്ന് കണ്ടപ്പോ അവരുടെ കയ്യിലിരുന്ന കന്നാസിന്ന് പെട്രോൾ എടുത്ത് വണ്ടിക്ക് മേലെ ഒഴിച്ച് തീ കൊളുത്തി അവര് മുകളിലേക്ക് കയറിപ്പോയി. അവൾ പറയുന്നത് കേട്ട് രാഹുലിന് ഭയം തോന്നാൻ തുടങ്ങി. ആ സമയത്ത് നിങ്ങളെയും കൊണ്ട് ആശുപത്രി പോകുന്നത് റിസ്ക് ആവുമെന്ന് തോന്നിയോണ്ടാ ഇവിടേക്ക് കൊണ്ടുവന്ന്. മുറിവുകളൊക്കെ ഞാനും ഇവളും കൂടി ഡ്രസ് ചെയ്തു. ഇനി പറ, നിങ്ങളുടെ പേരെന്താ? എവിടെ വീട്? ആരാ അവരൊക്കെ? എന്തിനാ അവര് നിങ്ങളെ ആക്രമിച്ച്? എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തോന്നിയില്ല. അതുകൊണ്ട് ഒന്നു മാത്രം പറഞ്ഞു. എന്റെ പേര് രാഹുൽ നമ്പ്യാർ. ഇനി എന്തായാലും ഇച്ചിരി കഞ്ഞി കുടിച്ചിട്ട് സംസാരിക്കാം. മോളെ കാർത്തിക, കഞ്ഞി വിളമ്പ്. ആ പേര് കേട്ടതും രാഹുൽ അവളെ നോക്കി. അവൾ അയാളെ നോക്കി മനോഹരമായി ചിരിച്ചു. സഹായിക്കണോ എഴുന്നേറ്റിരിക്കാൻ? കാർത്തിക ചോദിച്ചു. വേണ്ട. രാഹുൽ കൈകളൂന്നി നിരങ്ങി ചുമരിലേക്ക് ചാരിയിരുന്നു. കാർത്തിക ശ്രദ്ധയോടെ പാത്രത്തിലേക്ക് ആവി പാർന്ന കഞ്ഞി പകരുകയാണ്. അപ്പോൾ ആ സ്ത്രീ ഒരു ചെറിയ മരപ്പലകയെടുത്ത് അയാളുടെ ശരീരത്തിന് മുകളിൽ വെച്ചു. അതിനു മുകളിലേക്ക് കഞ്ഞിപ്പാത്രം വെക്കുമ്പോഴാണ് രാഹുൽ അവളെ നന്നായി ശ്രദ്ധിച്ചത്. സുന്ദരിയായ ഒരു പെൺകുട്ടി. ചെറിയ ചുവന്ന പൂക്കളുള്ള വെളുത്ത ധാവണിയാണ് അവളുടെ വേഷം. വെള്ളിയിൽ കല്ലുവച്ച ഒരു കുഞ്ഞു മൂക്കൂത്തി അവളുടെ മുഖത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട്. കാട്ടുചെമ്പകം കൂർത്ത് കെട്ടിയ ഒരു മാല അവൾ മുടിയിൽ ചാർത്തിയിരുന്നു. കഴിക്ക്. വെട്ടം പോരുന്നുണ്ടോ? ആ സ്ത്രീ പറയുന്നത് കേട്ട് നോക്കിയപ്പോഴാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള അതിശയിപ്പിക്കുന്ന സാമ്യം രാഹുൽ ശ്രദ്ധിച്ചത്. അയാളുടെ മനസ്സറിഞ്ഞ പോലെ ആ സ്ത്രീ പറഞ്ഞു, സംശയിക്കണ്ട, എന്റെ മകള് തന്നെയാ. ഞാൻ സുഷമ. കാർത്തിക സ്പൂണ് കഞ്ഞിയിൽ മുക്കി കോരാൻ തുടങ്ങുമ്പോൾ തണുത്തുറഞ്ഞ ശബ്ദത്തിൽ അവളുടെ അമ്മ തുടർന്നു. കൊറേ കാലം കിടന്നിട്ടാ ഇവളുടെ അച്ഛൻ മരിച്ചത്. ഈ മുറിയില്. പെട്ടെന്ന് രാഹുൽ ചുറ്റും ഒന്ന് നോക്കി. കുറെ കൂടി വ്യക്തമായി ആ മുറി അയാൾ കണ്ടു. പ്രാരാബ്ദം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ആ വീട് ശ്വാസം വിടാൻ വല്ലാതെ ആയാസപ്പെടുന്നുണ്ടെന്ന് തോന്നി. അപ്പോൾ അയാളുടെ നോട്ടം മറ്റൊന്നിൽ ചെന്ന് തറഞ്ഞു. അലമാരയുടെ പുറകിൽ നിന്ന് ചുമരിലേക്ക് വലിച്ചു കെട്ടിയ ഒരു ചിലന്തി വല. അതിനു നടുവിൽ ഇര കാത്തൊരു ചിലന്തിയുണ്ടോ? അപകടത്തിൽ നിന്ന് താൻ ബന്ധപ്പെട്ടിരിക്കുന്നത് മറ്റൊരു വലയിലേക്കാണോ? അപ്പോഴാണ് താൻ കിടക്കുന്നത് ഒരാളുടെ മരണക്കിടക്കയിലാണല്ലോ എന്ന് രാഹുൽ ഓർത്തത്. ആ നിമിഷം ഭയം ഒരു പാമ്പിനെ പോലെ അയാൾക്കുള്ളിൽ പത്തി വിടർത്താൻ തുടങ്ങി.